യേശു പറയുന്നതെല്ലാം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ? ഏവർക്കും നമസ്കാരം. ഈ ഒരു ചോദ്യത്തെ പരിഗണിക്കുന്നതിന് മുൻപ് ആദ്യമായി എനിക്ക് ഏവരെയും അറിയിക്കാനുള്ളത്, ഞാൻ നസ്രയനായ യേശുവിനെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ നടക്കുന്ന ആളല്ല. കാരണം ഒന്നാമത് എനിക്കതിനുള്ള കഴിവില്ല, രണ്ടാമത് യേശുവിന് അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ തങ്ങളുടെ സംരക്ഷണം ഉണ്ടെങ്കിലേ യേശുവിന് പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വളരെ സമർത്ഥരായ ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലുള്ളതുകൊണ്ട് എനിക്ക് ആ ജോലി ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ ഞാൻ ആരാണ്? എൻ്റെ ഉദ്യമം എന്താണ്? ഞാൻ യേശുവിൻ്റെ പ്രസ്താവനകളെ, വെളിപ്പെടുത്തലുകളെ, പഠിപ്പീരുകളെ യാഥാർത്ഥ്യബോധത്തോടെ മനുഷ്യ അവസ്ഥയുടെ നിജസ്ഥിതിയുടെ വെളിച്ചത്തിൽ സാമാന്യ ബുദ്ധിക്ക് അനുയോജ്യമായി ചരിത്ര വെളിപ്പെടുത്തലുകളുമായുള്ള ബന്ധത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അന്വേഷകൻ മാത്രമാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് വീഡിയോകൾ എന്ന രൂപത്തിൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ അവരുമായി ഞാൻ പങ്കിട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇന്ന് യേശു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. ഈ പറയുന്നതിനകത്ത് വല്ല കാര്യവുമുണ്ടോ? യേശു ചുമ്മാതെ ഒരു രസത്തിന് പറഞ്ഞതാണോ? അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ സന്ദർഭോചിതമായ അല്പം വെടി പറഞ്ഞതാണോ എന്നതാണ് നമ്മുടെ അന്വേഷണം. ഇനിയും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ യേശുവിൻ്റെ പ്രസ്താവനകളുടെ അർത്ഥമോ പ്രസക്തിയോ മനസ്സിലാകണമെങ്കിൽ അതിൻ്റേതായ ഒരു പശ്ചാത്തലം ആവശ്യമാണ്. ആ പശ്ചാത്തലം മനുഷ്യജാതിയുടെ ഇഹലോക അവസ്ഥയുടെ ആകത്തുകയാണ്. അതുകൊണ്ടാണ് പല പ്രസ്താവനകളും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. എന്നാൽ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് യേശു പറഞ്ഞത് വളരെ അന്വർത്ഥമാണെന്ന് അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അന്വേഷണം ഉപേക്ഷിക്കുകയില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന പോലെ നമുക്ക് ഈ ഒരു പ്രസ്താവനയെ ആസ്പദമാക്കി അല്പം അന്വേഷിക്കും. അതിനുള്ള ക്ഷമ, അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശ നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളാൽ അസാധ്യമായതൊന്നുമില്ല എന്നതാണ് ഇതിൻ്റെ പൊതുവായ അർത്ഥം. ഇവിടെ ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആവശ്യമുള്ളൊരു കാര്യം, മുൻപ് ഒരു വീഡിയോയിൽ വിശ്വാസത്തെപ്പറ്റി ഞാൻ പരാമർശിച്ചപ്പോൾ വിശ്വാസം ഒരു ബന്ധമാണ് എന്ന് സൂചിപ്പിച്ചു. ആ ആശയം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ആ അറിവിൽ ഉറച്ചു നിൽക്കുന്നു. ബന്ധത്തിൻ്റെ ആവശ്യം എന്താണ്? ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ പടി. ഈ ആശയത്തിന് പലവിധമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിത അവസ്ഥയിൽ ബന്ധങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം ആത്മീയതയിലും സാമാന്യ ബുദ്ധിയിലും സാമൂഹ്യ ദർശനങ്ങളിലും കൽപ്പിക്കപ്പെടുന്നത്? അതിൻ്റെ ഏക കാരണം മനുഷ്യൻ അവനിൽ തന്നെ അപൂർണനാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ അപൂർണത വിചിത്രമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ അപൂർണത അവൻ്റെ ബലവും ബലഹീനതയുമാണ്, അവൻ്റെ നന്മയും തിന്മയുമാണ്, അവൻ്റെ അനുഗ്രഹവും അവൻ്റെ ശാപവുമാണ്. എന്നിട്ട് നന്മ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവനിൽ തന്നെ അപൂർണനായതുകൊണ്ടാണ് ബന്ധങ്ങൾ
ഉണ്ടാകുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അവന് ആവശ്യമുള്ളത്. മറ്റൊരു വീഡിയോയിൽ ഞാൻ പരിഗണിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം അവനെ നോക്കിയിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതിൻ്റെ മർമ്മം മനുഷ്യൻ അവനിൽ തന്നെ അപൂർണനാണ് എന്നുള്ളതാണ്. അപ്പോൾ അപൂർണമായത് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ അവന് അതീതമായ എന്തിനോടെങ്കിലും പറ്റിച്ചേരണം, അതിനോട് താതാത്മ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ ഒന്നായിത്തീരണം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുമ്പോൾ അവൻ ബലഹീനനാണ്. എന്നാൽ അവൻ്റെ ഏകാന്തതയ്ക്ക് പ്രതിവിധിയായി അവനല്ലാത്ത ഒരു സാധ്യതയോട്, പ്രതിഭാസത്തോട് ബന്ധം പുലർത്തിയിട്ട് അതിൽ വേണ്ടത്ര ഒന്നാകുന്നതിൻ്റെ ആ ഒരു ഒന്നിപ്പിൻ്റെ അനുഭവം പ്രാപിക്കുമ്പോൾ അവൻ്റെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയും അവൻ്റെ ബലഹീനത ബലത്തിന് വഴി മാറിക്കൊടുക്കുകയും ചെയ്യും. അവൻ്റെ ബലഹീനത അവൻ്റെ ബലത്തിന് വഴിയൊരുക്കി കൊടുക്കും. അപ്പോൾ സ്ത്രീ പുരുഷനും ഒന്നായി കഴിയുമ്പോൾ അവൻ്റെ ബലഹീനത മാറണം. യഥാർത്ഥത്തിൽ അങ്ങനെ ആ ഒരു അച്ചടക്കത്തിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവൻ കൂടുതൽ ബലഹീനനായിത്തീരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ അപൂർണത അവൻ്റെ അനുഗ്രഹവും അവൻ്റെ ശാപവുമാണ്. കാരണം അപൂർണമായത് മറ്റ് എന്തിനോടെങ്കിലും ഒട്ടിച്ചേർന്നേ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ മുടിയനാപുത്രൻ്റെ ഉപമ വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ അപ്പനോട് ചേർന്നിരിക്കും, അല്ലെങ്കിൽ ദൂരദേശത്തോട് ചേർന്നിരിക്കും. വേണ്ടതിനോട് ചേർന്നില്ല എങ്കിൽ വേണ്ടാത്തതിനോട് ചേർന്നിരിക്കും. വേണ്ടതിനോട് ചേർന്നാൽ ബലം വർദ്ധിക്കും, വേണ്ടാത്തതിനോട് ചേർന്നാൽ ഉള്ള ബലവും പോകും. ഇത് സാമാന്യ യുക്തിയാണ് എന്ന് ഏവർക്കും അറിയാം. അപ്പോൾ അത് വ്യക്തിപരമായ തരത്തിൽ. ഇനി നമുക്കറിയാം, മനുഷ്യൻ എക്കാലത്തും സാമൂഹ്യ ജീവിയായിരുന്നു. അതുകൊണ്ട് അവനൊരു സമൂഹത്തോടും ബന്ധം പുലർത്തുവാൻ താല്പര്യപ്പെട്ടിരുന്നു. അത് അവൻ്റെ ആവശ്യമായിരുന്നു, അവൻ്റെ നിലനിൽപ്പിന് പോലും ആവശ്യമായിരുന്നു. സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഉറപ്പുവരുത്തുവാൻ, മറ്റുള്ളവർ വന്ന് ആക്രമിച്ച് അവൻ്റെ ജീവനും സ്വത്തും കൊണ്ടുപോകാതിരിപ്പാൻ അവരൊരു സമൂഹമായി തന്നെ രൂപീകരിച്ചു. അങ്ങനെ കൂടുതൽ സുരക്ഷിതത്വം പാലിച്ചു. അങ്ങനെ സാമൂഹ്യമായ ബലം അവൻ പ്രാപിച്ചു. ഇനി നമുക്കറിയാം, മനുഷ്യനും പ്രകൃതിയുമായി ബന്ധമുണ്ട്. പ്രകൃതിയോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ വേറൊരു തരത്തിലുള്ള ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പോൾ പ്രകൃതിയുമായി ഒത്തുചേർന്ന് അധ്വാനിക്കുമ്പോൾ അവന് ആഹാരം ലഭിക്കുന്നു, ഈ ഭൂമി അവന് അപ്പം കൊടുക്കുന്നു. അങ്ങനെ അവൻ്റെ ശക്തി നിലനിർത്തുന്നു, അവൻ്റെ ജീവൻ നിലനിർത്തുന്നു. എന്നാൽ ഇതിനതീതമായി നമുക്കറിയാം, ശാസ്ത്രം പോലും പറയുന്നത് നമുക്ക് വേണ്ടതുപോലെ സൂര്യവെളിച്ചം ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉണ്ടാകുകയില്ല. അതിന് കുറവ് കൊണ്ട് ബലഹീനത ഉണ്ടാകുന്നു, രോഗങ്ങളുണ്ടാകുന്നു. അപ്പോൾ അങ്ങ് ദൂരെ നിൽക്കുന്ന സൂര്യൻ പോലും നമ്മെ ശക്തീകരിക്കുന്നുണ്ട്. അതിൻ്റെ അഭാവം നമ്മെ കൂടുതൽ ബലഹീനരാക്കുന്നതും ഉണ്ട്. ഇങ്ങനെയുള്ള ഭൗതികമായ അവസ്ഥകളെ മനസ്സിലാക്കാനും സ്വീകരിപ്പാനും നമുക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ നാം മറ്റൊന്നിനോടും ബന്ധമില്ലാത്ത ഒരു ഏകമായ അണു പോലെ, എ സിംഗിൾ ആറ്റം അൺകണക്റ്റഡ് ടു എവറിത്തിങ് എൽസ്, അങ്ങനെ നമുക്ക് നമ്മെ തന്നെ വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അങ്ങനെ ജീവിതം അസാധ്യമാണ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ നിശ്ചയമായും ഏർപ്പെടുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ആകത്തുക ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ നമ്മെ ശക്തീകരിക്കുന്നു. പക്ഷേ ബന്ധങ്ങൾ അനാരോഗ്യമുള്ളതാണെങ്കിൽ, രോഗമുള്ളതാണെങ്കിൽ അത് നമ്മെ ബലഹീനമാക്കുന്നു, നമ്മെ തകർത്ത് കളയുന്നു. ഒരു ചെറിയ സംഭവം ഓർമ്മ വരുന്നത്, സ്കൂളിൽ പഠിച്ച സഹപാഠികളായിരുന്ന വ്യക്തികൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് 2 വഴിക്ക് പോയി. ദീർഘനാൾ കഴിഞ്ഞ് അവരെ കണ്ടുമുട്ടിയപ്പോൾ സംസാരം ആരംഭിച്ചു. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അപ്പോൾ ഒരു നൈറ്റ് ക്ലബ്ബിലാണ് അവർ കണ്ടുമുട്ട്. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നീ എന്താടാ
ഇവിടെ ഇങ്ങനെ രാത്രി വന്ന് നിൽക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒറ്റത്തടിയാണ്, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ല, ഇത്രയും നാൾ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് തക്കതായ ഒരു തുണ കിട്ടിയില്ല. ഞാൻ തനിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നതിനേക്കാൾ ഈ നൈറ്റ് ക്ലബ്ബ് വന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ നീ എന്താ ഇവിടെ വന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നാലെങ്കിലും അല്പസമയം സൗകര്യമായിട്ട് നിൽക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ അവസ്ഥ കൊണ്ട് അവൻ എന്തിനോടെങ്കിലും ബന്ധം പുലർത്തിയേ മതിയാകും. പക്ഷേ അങ്ങനെ ബന്ധം പുലർത്തുമ്പോൾ അത് തക്കതായ ബന്ധമല്ല എങ്കിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് പകരം ഉള്ള ശക്തിയും ഉള്ള കഴിവും കൂടെ നശിച്ചു പോകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ചേരാത്ത ആളുകളുമായി ഇണചേരരുത്. ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇനിയും ഇത്രയും നമ്മുടെ ഭൗതികമായ അവസ്ഥയുടെ കാര്യം മാത്രമാണ്. ഇനിയും ഇത് മറ്റൊരു മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മെപ്പോലെ ചിന്തിക്കുകയും നമ്മെപ്പോലെ പ്രവർത്തിക്കുകയും താല്പര്യമുള്ള ഒരാളുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഒരു ശരീരമാകുമെന്ന് പറഞ്ഞാൽ അവർ ഒരു മനസ്സോടെ, ഒരു താല്പര്യത്തോടെ, ഒരു ലക്ഷ്യത്തിലേക്ക് പരസ്പരം സഹകരിച്ചും സഹായിച്ചും മുന്നേറുന്നു. അതൊരു വലിയ അനുഗ്രഹവും ശക്തിയുമാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും രണ്ട് ദിശയിലേക്ക് വലിച്ചുകൊണ്ടിരുന്നാലോ, വടംവലിയാണെങ്കിലോ, ഭാര്യാഭർത്തൃ ബന്ധം ഒരു വലിയ നിലയ്ക്കാത്ത വടംവലിയാണെങ്കിലോ അതുകൊണ്ട് രണ്ടുപേരും ക്ഷീണിച്ചു പോകും. ഇതൊരു സാമാന്യ അനുഭവമാണ്. അപ്പോൾ ഒരു വ്യക്തി അവൻ അതീതമായ ഒരു പ്രതിഭാസത്തോട് ബന്ധം പുലർത്തുന്നു. അതേത് പ്രതിഭാസത്തോട് അല്ലെ വ്യക്തിയോട് അല്ലെങ്കിൽ സാധ്യതയോട് ബന്ധം പുലർത്തുന്നു എന്നതിനെ അനുസരിച്ച് ആ വ്യക്തിയുടെ ബലം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞ് പരിപൂർണമായി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ബന്ധങ്ങളുടെ ഭാരം വഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേര് നമ്മുടെ ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്രയും നമുക്ക് സ്വീകരിപ്പാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ വിശ്വാസം എന്നത് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധമാണ് എന്നാണ് മുൻപ് 2 വീഡിയോകളായിട്ട് ഞാൻ അവതരിപ്പിച്ച പ്രമേയം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ഇച്ഛാശക്തി, വിൽ പവർ, അതിന് പല വിധത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുണ്ട്. അത് ശക്തിയേറിയ ഒരു പ്രതിഭാസമാണ്, യാതൊരു സംശയമില്ല. ഇറ്റ്സ് എ വെരി പവർഫുൾ തിങ്. ദ വിൽ ഓഫ് മാൻ ഇസ് എ വെരി പവർഫുൾ തിങ്. ദ വിൽ ഓഫ് വുമൺ ഓൾസോ ഇസ് എ പവർഫുൾ തിങ്. എന്നാൽ അതിന് പരിമിതിയുണ്ട്. അതിന് ഇത്രമാത്രം കഴിവേ ഉള്ളൂ. തന്നെയുമല്ല, നാം നമ്മെ മനസ്സിലാക്കുന്നത് എപ്രകാരമാണ് എന്നതിലും വ്യത്യാസം വരും. അത് മനസ്സിലാകുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് അമേരിക്കയിൽ സംഭവിച്ചതാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഒരു യുവാവ് അവൻ്റെ കാറ് നന്നാക്കുന്നതിന് വേണ്ടി ആ കാറ് ജാക്കി വെച്ച് പൊക്കി അതിനടിയിൽ കയറി അതിൻ്റെ അടിയിലുള്ള അറ്റകുറ്റപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ജാക്കി തെറ്റി കാർ അവൻ്റെ ദേഹത്തേക്ക് വീണു. അവൻ മലന്ന് കിടക്കുകയാണ്. കാറ് അവൻ്റെ ദേഹത്തേക്ക് വീണു. അപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യത എല്ലാമുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ അവനെക്കൊണ്ട് കഴിയുകയില്ല, നമുക്കറിയാം. അപ്പോൾ ഭാഗ്യവശാൽ അവൻ്റെ അമ്മ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇത് കാറ് വീഴുന്നത് കൊണ്ട് അവൾക്കറിയാം അവരുടെ മകൻ അതിനടിയിൽ പെട്ടിട്ടുണ്ട്. ആ സംഭവത്തെപ്പറ്റി പറയുന്നവർ ഓടി വന്ന് ഈ കാർ അവർ 2 കൈ കൊണ്ട് പൊക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ മകൻ രക്ഷപ്പെട്ടു. എന്നാൽ സാധാരണ ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീയോട് ആ കാറ് പൊക്കാൻ പറഞ്ഞാൽ അവർ ഒരിക്കലും പൊക്കാനൊക്കത്തില്ല. അവരാകുന്നത് ശ്രമിച്ചാലും പൊക്കാനൊക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ അവരെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവർ വിശ്വസിക്കുന്ന, എല്ലാവരും കരുതുന്ന ആ ഒരു സാധ്യത വെളിയിൽ വന്നുവെന്ന് ചോദിച്ചാൽ, അവർക്ക് വെളിയിലുള്ള ഒരവസ്ഥ, അതായത് അവരുടെ മകൻ ഇതാ അപകടത്തിലായിരിക്കുന്നു, അവൻ മരിച്ചു പോകും,
അവൻ രക്ഷപ്പെടണമെങ്കിൽ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇടപെടണം. അങ്ങനെ സർവ്വശക്തിയും ഉപയോഗിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി സാധാരണഗതിയിൽ ആ സ്ത്രീക്കോ മറ്റൊരു സ്ത്രീക്കോ ഒരു പുരുഷനോ ഉണ്ടാകുകയില്ല. നാം നമ്മുടെ സാധ്യതകളെപ്പറ്റി വിലയിരുത്തുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ആരും തന്നെ അവർക്കുള്ള കഴിവിൻ്റെയോ ശക്തിയുടെയോ ഊർജത്തിൻ്റെയോ 50% പോലും ഉപയോഗിക്കുന്നവരല്ല. കാരണം നമ്മുടെ ജീവിതചര്യയിൽ അതിന് ആവശ്യമില്ല. സാധാരണ ജീവിതചര്യക്കനുസരിച്ച് ജീവിക്കുന്നതിന് നമുക്ക് നമ്മുടെ ഊർജത്തിൻ്റെ, ശക്തിയുടെ, കഴിവിൻ്റെ ഒരു 5% പോലും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് മാത്രം അനുഭവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സാധ്യത ഇത്രമാത്രമാണ് എന്ന് നാം നിഗമിക്കുന്നു. പക്ഷേ അത് നമ്മളെപ്പറ്റിയുള്ള സത്യമല്ല, നമ്മളെപ്പറ്റിയുള്ള ഒരു ഭാഗികമായ അറിവ് മാത്രമാണ്. നമ്മൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ നാം അറിയുന്ന സാധ്യതകളേക്കാൾ എത്രയോ ഇരട്ടി വലുതാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെയുള്ള സാധ്യതകൾ ഒന്ന് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ, അതിന് തക്കതായ മോട്ടിവേഷൻ വരുമ്പോൾ മാത്രമേ നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി അതിൻ്റെ വേണ്ട തോതിൽ പ്രവർത്തിച്ച് നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ വേണ്ടതുപോലെ ഒന്ന് ഊർജ്ജസ്വലമാക്കുവാൻ, പ്രവർത്തനക്ഷമമാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ എന്തെന്ന് അറിയാൻ വയ്യാതെ നാം മരിച്ചു പോകും. അപ്പോൾ ഇത് ഒരു ഉദാഹരണമാകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഇതിനകത്ത് വകയുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഇച്ഛാശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്തുകൂടാ എന്ന് നാം തീരുമാനിക്കുന്നത് നാം നാളിതുവരെയും നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധമായ അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ ഏത് തോതുവരെ പ്രയോഗിക്കുന്നതിൽ കൂടെ നമുക്ക് അനുഭവവേദ്യമായി എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ ജീവിതത്തിൽ യാതൊരു അധ്വാനവും നടത്താതെ സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇച്ഛാശക്തി വളരുവാൻ സാധ്യമേ അല്ല, വിൽ പവർ. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രയാസവും പ്രതികൂലവും പ്രതിസന്ധിയും അരിഷ്ടവും ക്ലേശവും അധ്വാനവും ഒക്കെ അനുഭവിക്കേണ്ടത്? അവൻ്റെ ഇച്ഛാശക്തി വളരുന്നതിന് വേണ്ടിയാണ്. സുഖിച്ച് മാത്രം ജീവിക്കുന്നവൻ്റെ ഇച്ഛാശക്തി വളരെ ബലഹീനമായിരിക്കും. അതുകൊണ്ടാണ് അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഇപ്പോൾ തന്നെ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റ് കിടന്ന ആ പഥികന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പുരോഹിതനും ലേവ്യനും കഴിയാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാവർത്തികമായ കാര്യം, പുരോഹിതവർഗം ഒരിക്കലും അധ്വാനിക്കുന്നവരല്ല. അവർ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമുള്ളവരല്ല. അവർ മതത്തിൻ്റെ ഒരു അയാഥാർത്ഥ്യമായ ലോകത്തിൽ അനായാസമായി അധ്വാനരഹിതമായി ജീവിക്കുന്നു. അവർക്ക് ഇച്ഛാശക്തിയോ കർമ്മകുശലതയോ ഒന്നും വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അവരൊരു പ്രത്യേകമായ ലോകത്തിൽ ജീവിക്കുന്നു. അവിടെ പ്രതികൂലമില്ല, പ്രയാസമില്ല, സ്ട്രഗിളില്ല, കൂടുതലായി ഒന്നും അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെക്കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് യേശു വളരെ ഇത് മനഃശാസ്ത്രപരമായും പ്രാവർത്തികമായും ചരിത്രപരമായും 100% സത്യമാണ്. യേശുവിൻ്റെ ഓരോ ചിത്രീകരണവും ഞാൻ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ചരിത്രബോധത്തോടുകൂടിയാണ് യേശു ഓരോ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തി വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ ഒരു വലിയ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ വ്യക്തിത്വ രൂപീകരണത്തെപ്പറ്റി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർ വളർന്നു വരുന്നു, യുവതീവാക്കന്മാരുണ്ട്. അവർക്ക് നിങ്ങൾ നൽകേണ്ട ഒരു വലിയ പ്രാധാന്യമർഹിക്കുന്ന വിലയേറിയ ഉപദേശം അല്ലെങ്കിൽ അറിവ് ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ നിങ്ങളുടെ ഇച്ഛാശക്തി വളർത്തിയെടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൽ ഒന്നും ചെയ്യുകയില്ല, വിജയിക്കുകയില്ല എന്നുള്ള പോട്ടെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ പിതുക്കെ പക്ഷവാത രോഗികളെ പോലെ ആയിത്തീരും. ആരെങ്കിലും നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും.
നമ്മളിപ്പോൾ നമുക്കറിയാം വ്യാപകമായി പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കഴിവ് കുറഞ്ഞവരാണ്. നമ്മൾ അഭിമാനത്തോട് പറയും സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് ഉണ്ട്, പുരുഷനൊന്നും ആവശ്യമില്ല. പുരുഷൻ അങ്ങനെ മൾട്ടി ടാസ്കിൻ്റെ കഴിവില്ല എന്ന് പറയുന്ന ഇച്ചിരി അഭിമാനത്തോടെയാണ്. വാസ്തവത്തിൽ ലജ്ജിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഒരു അവകാശവാദം പറയുകയല്ല. ഞാൻ ചെറുപ്പം മുതലേ മൾട്ടി ടാസ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ അത് വലിയ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പാചകം തൊട്ട്, മുറ്റമടിക്കുന്നത് തൊട്ട്, വസ്ത്രം അലക്കുന്നത് തൊട്ട്, ഇസ്തിരി ഇടുന്നത് തൊട്ട്, വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യാനും, പറമ്പിൽ അധ്വാനിക്കാനും, പുസ്തകങ്ങൾ എഴുതാനും, ആശയങ്ങൾ അവതരിപ്പിക്കുവാനും, ചെറിയ ചെറിയ ഡോക്യുമെൻ്ററി പിടിക്കാനും, ക്യാമറ സമർത്ഥമായി കൈകാര്യം ചെയ്യാനും, സ്ക്രിപ്റ്റ് എഴുതാനും, പിന്നെ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ, ഇങ്ങനെ നാനാവിധമായി അധ്വാനിച്ച ഒരവസ്ഥയിൽ ഞാൻ അനുഭവിച്ച വിവിധമായ അനുഗ്രഹങ്ങൾ, അതാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഇപ്പോഴും പേർന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മകളെന്ന് ഞാൻ ഈ ചിന്തകൾ എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അല്പം ആത്മധൈര്യത്തോടെ ഇത് പ്രസക്തമാണ് എന്ന പൂർണ്ണ നിശ്ചയത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ധൈര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇച്ഛാശക്തിയുണ്ട്. ഈ ഇച്ഛാശക്തി എത്രമാത്രം വളർത്തിയെടുക്കുന്നു എന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനിയും അതുപോലെ തന്നെ നമുക്ക് അതീതമായ മറ്റൊരു ഇച്ഛാശക്തിയുണ്ട്. ഇവിടെയാണ് ക്ലേശമായ ഒരാശയം, നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യാത്ത ഒരാശയം എന്നാൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, എന്നാൽ വേണ്ടതുപോലെ നാം തിരിച്ചറിയാത്തൊരാശയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയമായ ഗോളത്തിൽ സംസാരിക്കുമ്പോൾ ദൈവഹിതം, ദ വിൽ ഓഫ് ഗോഡ്, ദ വിൽ ഓഫ് ഗോഡ്, ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതെന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതും നമ്മളുമായുള്ള ബന്ധം എന്താണ്, ഇതിനെപ്പറ്റി ഒരു വ്യക്തത നമ്മുടെ ഇല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ രണ്ട് തരത്തിലുള്ള വിൽ ഉണ്ട്. എൻ്റെ വില്ലുണ്ട്, എൻ്റെ ഇച്ഛാശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുമുണ്ട്. ഇപ്പോൾ സൃഷ്ടി തന്നെ ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ സാക്ഷാത്കാരമാണ്. ക്രിയേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് വിൽ പവർ. അല്ലെങ്കിൽ എങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത്? വഴിതെറ്റിപ്പോയ സൃഷ്ടി അല്ലെങ്കിൽ അധപ്പതിച്ചു പോയ സൃഷ്ടിയെ വീണ്ടെടുക്കുന്നതും ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തി എത്രമാത്രം വളർത്തിയെടുക്കാൻ മനുഷ്യർക്ക് കഴിയണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം യേശുക്രിസ്തുവാണ്. ഗെത്സമനത്തോട്ടത്തിൽ ഹൃദയം പൊട്ടി രക്തം വിയർപ്പായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശു പറയുന്നത്, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത്. നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. ഇത് വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവനയാണ്. കാരണം ഇവിടെ നാം എന്താണ് കാണുന്നത്? ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ കാതലായ ഭാഗം. യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ വിൽ, ഹിതം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, ദൈവത്തിൻ്റെ ഇച്ഛാശക്തി, ഇത് രണ്ടും ഒന്നായിത്തീരുന്ന ഒരു സമാനതയില്ലാത്ത സാഹചര്യമാണ് ഗെത്സമനത്തോട്ടത്തിൽ സംഭവിക്കുന്നത് എന്ന് ഒരു പക്ഷേ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല. അവിടെ രണ്ട് സാധ്യതകളാണ്. യേശുവിൻ്റെ ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയും വേർപിരിഞ്ഞ് രണ്ടും രണ്ട് ദിശയിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യരാശിയുടെ രക്ഷണ്യ ശുശ്രൂഷ നടക്കുകയില്ല, പരാജയപ്പെട്ടു പോകും. നാം നോക്കുമ്പോൾ മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. ലോകത്തിൽ നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പർവ്വതമാണ് മനുഷ്യരാശിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവത്തിന് അല്പം ഒരു മാറ്റം വരുത്താൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയത്തില്ല എന്ന് ഉത്തരമേ ഉള്ളൂ. മനുഷ്യ സ്വഭാവത്തെ മാറ്റുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആരും ലോകത്തിലില്ല. എത്ര സമർത്ഥനാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ മത അധികാരിയാണെങ്കിലും മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു കോണ് തൊടാൻ കഴിവുള്ള ഒരുത്തരും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അത്രമാത്രം ക്ലേശമേറിയ വെല്ലുവിളിയേറിയൊരു ദൗത്യമാണിത്. അത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന മലയാണ്,
വലിയ ഹിമാലയം പോലുള്ള പർവ്വതമാണ്. അതിനോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറുമോ? ഇതാണ് ചോദ്യം. മാറും എന്നാണ് ഉത്തരം. കാരണം എന്താണ്? എൻ്റെ ഹിതവും ദൈവഹിതവും ഒന്നായി തീരുമ്പോൾ എൻ്റെ നാനാമുഖമായ അപര്യാപ്തതകളും കഴിവുകേടുകളും ബലഹീനതകളും പാടെ മാറിയിട്ട് ഒരത്ഭുതകരമായ സാധ്യതയുടെ മാധ്യമമായി ഞാൻ ഉയർത്തപ്പെടുന്നു. I get transformed into a medium for incredible things to happen. ഇത് കടങ്കഥയല്ല, കെട്ടുകഥയല്ല, ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള കഥയല്ല. ഇതാണ് എൻ്റെ പ്രാവർത്തികത. നമുക്ക് നമ്മിൽ തന്നെ ചില സാധ്യതകളുണ്ട്, എന്നാൽ അവ വളരെ പരിമിതമാണ്. എന്നാൽ ഈ പരിമിതി കവച്ചു വയ്ക്കുവാൻ, അതിനെ അതിജീവിക്കുവാനുള്ള സാധ്യതകൾ ദൈവം തുറന്നു വച്ചിട്ടുണ്ട്. God has made provisions to help us overcome our limitations, which are many and which are very gross. പക്ഷേ അതുകൊണ്ട് നാം നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് മറ്റൊരു മതേതര ഉദാഹരണം നോക്കിയാൽ മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഭാരതത്തെ വിമോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കി തീർക്കാം എന്ന് വിചാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവുകൾ എത്ര വലുതാണെങ്കിലും അത് മാത്രം ആശ്രയിച്ച് സാധ്യമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ഒരായുധമായി ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് മഹാത്മാഗാന്ധി തൻ്റെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കർശനമായ ആത്മീയമായ അച്ചടക്കം പാലിക്കുവാൻ തുനിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യത്തെ അള്ളിപ്പിടിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം കാരുണ്യത്തിൻ്റെ സംസ്കാരം ജീവിതത്തിൽ എപ്പോഴും പാലിക്കുവാൻ ശ്രമിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ആട് അതിന് വിശന്നാൽ എത്ര വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ഉപേക്ഷിച്ച് പോയി ആടിന് ആഹാരം കൊടുക്കുന്ന അത് ഒരു കരുണയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അതിനെ പുച്ഛിക്കാൻ ആളുകളുണ്ട്, എനിക്കറിയാം, പക്ഷേ അതിൻ്റെ വില മനസ്സിലാക്കാൻ ആൾക്ക് കഴിയുന്നില്ല. അതാണ് സങ്കടം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു ആത്മീയമായ അച്ചടക്കം എന്തുകൊണ്ട് പാലിക്കണം? എൻ്റെ ഇച്ഛാശക്തി വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇപ്രകാരമുള്ള അച്ചടക്കത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്, ഞാൻ അപ്രകാരമുള്ള ആത്മീയമായ അച്ചടക്കത്തിൽ എന്നെ കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് അതീതമായ ഒരു വലിയ ഇച്ഛാശക്തി ഉണ്ട് എന്നും അതിനോട് താതാത്മ്യം പ്രാപിക്കുവാൻ എനിക്ക് സാധ്യതയുണ്ട് എന്നുമുള്ള സാധ്യത തിരിച്ചറിയുവാൻ പോലും എനിക്ക് സാധ്യമല്ല. അതിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതുമായി താതാത്മ്യം പ്രാപിച്ച് ഈ അത്ഭുതകരമായ സാധ്യതയിലേക്ക് ഞാൻ പ്രവേശിക്കുകയും വളരുകയും ചെയ്യുന്നത് എന്നത് യുക്തിപരമായൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ? ഡു വി റിയലി ബിലീവ് ദറ്റ് ദർ ഈസ് സംതിങ് കോൾഡ് ദ വിൽ ഓഫ് ഗാഡ്? ഉണ്ടോ ഇല്ലയോ? അതിനൊരു ഉത്തരമുണ്ടാകണം. അങ്ങനെ ദൈവഹിതം എന്നത് ഉണ്ട് എങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, അതിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അതും നാമും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ വിൽ ഓഫ് ഗാഡ് ആൻഡ് അവർ വിൽ? ഇപ്പോൾ യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. എന്താണ് സ്വയം ത്യജിക്കുക അർത്ഥം? അതിൻ്റെ അർത്ഥം നമ്മുടെ വിൽ പവർ നശിപ്പിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇച്ഛാശക്തി, വിൽ പവർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. എന്താണ് എൻ്റെ പ്രശ്നം? നാം അതിനെ മനസ്സിലാക്കിയിരിക്കുന്ന വിധം തെറ്റാണ്. നാം അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് നാം ഇതുവരെ അറിഞ്ഞ ലൗകികമായ അനുഭവങ്ങളുടെയും സങ്കല്പങ്ങളുടെയും വെളിച്ചത്തിൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ തന്നെ ഇച്ഛാശക്തിയെ അതിൻ്റെ
തനതായ സ്വഭാവത്തിൽ എൻ്റെ പൂർണ്ണ സാധ്യതയിൽ തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കുന്നതല്ല. അത് വളരെ നേരിയ തോതിൽ മാത്രം, അവ്യക്തമായി മാത്രം നാം മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു കോണ് മാത്രം പ്രയോഗിക്കുവാൻ നമുക്ക് ധൈര്യം തോന്നുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നാം സ്വയത്തെ ത്യജിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇച്ഛാശക്തിയെപ്പറ്റി നാം വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. മാത്രവുമല്ല, എൻ്റെ ഇച്ഛാശക്തി യാഥാർത്ഥ്യമാണ് എന്നതുപോലെ തന്നെ എനിക്കതീതമായ സർവ അഖിലാണ്ടത്തെയും നയിക്കുകയും നിയന്ത്രിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന, അതിൻ്റെ നന്മയ്ക്കും സന്ധിപ്പിനും വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന മറ്റൊരു ഇച്ഛാശക്തി, വിൽ വിത്ത് എ ക്യാപിറ്റൽ W, വിൽ പവർ വിത്ത് എ ക്യാപിറ്റൽ WNP, അതുണ്ട്. അത് എൻ്റെ ഇച്ഛാശക്തി എത്രമാത്രം അന്വർത്ഥമാണോ യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും അഭിലഷണീയമായ അവസ്ഥ എൻ്റെ ഇച്ഛാശക്തിയും ആ വലിയ ഇച്ഛാശക്തിയും തമ്മിൽ ഒന്നായിത്തീരുമ്പോൾ എൻ്റെ കഴിവുകേട് മുഴുവനും പോയിട്ട് കഴിവുകേടിൽ നിന്ന് അത്ഭുതകരമായ കഴിവിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കണം. ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വൽ എംപവർമെൻറ്റ്. ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വിശ്വാസം അറിവ് മാത്രമല്ല, അറിവ് സത്യമാണെന്നും അതിന് സാധൂകരണമുണ്ടെങ്കിൽ വാലിഡിറ്റി എന്ന ഇംഗ്ലീഷ്, ഫെയ്ത്ത് ഈസ് ദ കൺവിക്ഷൻ അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് സൂപ്പർ സെൻസിബിൾ നോളജ് or supernatural knowledge or metaphysical knowledge. അഭൗമമായ അറിവുകൾ യാഥാർത്ഥ്യമാണ്, അത് കടങ്കഥകളല്ല, അത് വിശ്വാസയോഗ്യമാണ് എന്ന അറിവാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം അതാണ്. സോ ഫെയ്ത്ത് ഈസ് നോട്ട് ഓൺലി നോളജ് ബട്ട് ഓൾസോ കൺവിക്ഷൻ അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് ദാറ്റ് നോളജ്. ഇപ്പോൾ ദൈവഹിതം അതൊരറിവാണ്, വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ യുഗങ്ങളിലെ വിശ്വാസവീരന്മാരുടെ സാക്ഷ്യത്തിൽ കൂടെ നാം അത് മനസ്സിലാക്കുന്നു. എന്നാൽ അതിൽ ഞാൻ വിശ്വസിക്കണമല്ല. എനിക്ക് അറിവുള്ളത് കൊണ്ട് ആ അറിവ് യഥാർത്ഥമാണ്, അത് വിശ്വാസയോഗ്യമാണ് എന്ന് ഞാൻ കരുതണമെന്നില്ല. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആ അറിവ് എനിക്ക് സ്വീകരിപ്പാനും അതനുസരിച്ച് പ്രവർത്തിപ്പാനും എന്നെ തന്നെ വളർത്തിയെടുക്കുവാനും അല്ലെങ്കിൽ സജ്ജീകരിക്കുവാനും സാധ്യമാണ് എന്നത് അംഗീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വാലിഡിറ്റി. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ കൂടെ നാം നമുക്കതീതമായ ആ കോസ്മിക് വിൽ പവർ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും നയിക്കുകയും സന്ധിക്കുകയും ചെയ്യുന്ന ആ അപ്രമേയമായ ഇച്ഛാശക്തിയുമായി ഒന്നായി ചേരുമ്പോൾ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. അത് അതിശയോക്തിയല്ല, അതെൻ്റെ യുക്തിയാണ്. ഇപ്പോൾ അതിശയോക്തി എന്ന് തോന്നുന്നത് അത് യുക്തിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ നാം ഇപ്പോൾ നിൽക്കുന്ന ഈ പരിമിതമായ തട്ടത്തിൽ നിന്ന് വിശ്വാസത്തിൽ കൂടെ അത്ഭുതകരമായ സാധ്യതകൾ തിങ്ങി നിൽക്കുന്ന ആ ഒരു മേഖലയിലേക്ക് നമുക്ക് നമ്മെ തന്നെ മാറ്റി സ്ഥാപിക്കാൻ കഴിയണം. നമ്മുടെ ഈ ഭൗതികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സാധ്യതകളെ കാര്യമായി എടുക്കുവാൻ സാധ്യമല്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകൾ കേൾക്കുമ്പോൾ ഇത് ചുമ്മാതെ പറയുന്നതാണ്, ഭംഗിവാക്കാണ്, കേൾക്കാൻ കൊള്ളാം പക്ഷേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ നിഗമിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ വലിയ അനുഭവങ്ങളില്ല, അത്ഭുതകരമായ മലമറിച്ച കാര്യം. എന്നാൽ എൻ്റെ കഴിവിൻ്റെ പരിധിക്ക് അപ്പുറത്തു പോയി പ്രവർത്തിച്ച പല അനുഭവങ്ങളുമുണ്ട്. അതിന്നും എൻ്റെ ജീവിതത്തിൽ കത്തിജ്വലിക്കുന്ന ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് സാക്ഷീകരിക്കാവുന്നൊരു സത്യമാണ്, യേശു പറഞ്ഞത് വിശ്വാസയോഗ്യമാണ്. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ആ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയും ഒന്നായിത്തീരുമ്പോൾ നിങ്ങളുടെ ഇച്ഛാശക്തി അത്ഭുതകരമായി വളരുകയും വികസിക്കുകയും അത് ദൈവീകമായ സാധ്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല
എന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരും എന്നത് യേശു പറയുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അതാണ് സത്യമെന്ന് സാക്ഷീകരിക്കുന്നു. ഏവർക്കും എൻ്റെ വന്ദനം.